ഒരു നിങ്ങൾ ഈ മക്കളെ ആലോചിച്ച് നോക്കി. ഈ 2 മക്കള് 30-31 വയസ്സായി മക്കള്. ഓനെ നിങ്ങളെ കുറെ കാലം ഇനിയുള്ള കാലം നമ്മള് മക്കൾക്ക് വേണ്ടി ജീവിക്കണം. നിങ്ങള് വിളിക്കുമ്പോഴേ നിങ്ങൾക്ക് കുറ്റങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഞാൻ ഓരോ ഭാഗമൊന്നും പറയില്ല. ആരെ കുറ്റാണ് പറയാത്തത്? എല്ലാവരും കുറ്റങ്ങൾ പറയില്ല. ഇമ്മാരെ നമ്മെ നല്ലതല്ല. നിങ്ങൾ ചിന്തിക്കും. ഓർക്കൊരു ഭാവിയില്ലേ? ഓരോ ഭാവി ഉണ്ടായി കൊടുക്കേണ്ടതാണ് നിങ്ങളാ. ഞങ്ങളല്ലേ ഉണ്ടായി കൊടുക്കണ്ടേ? ഞങ്ങള് വന്ന് സഹകരിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ പിന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ ഉപദേശിക്കും. ഒരു പുരയിൽ നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നിങ്ങളെ നല്ലൊരു പുരയല്ലേ ഇവിടെ? നിങ്ങൾ എന്തിനു പോയി നിൽക്കുക? നിങ്ങൾ വിചാരിക്കും ഞാൻ കാര്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങളെ 3 കാര്യം ആലോചിച്ചിട്ട് അത് നമ്മളങ്ങനെ നിന്നോരാണ്. കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഒരു മിനിറ്റ് കേട്ടോ. കോമണാലും ഇപ്പൊ ഞാൻ മാറ്റി കൊടുക്കാം. അപ്പൊ അതിലൊന്ന് കുറ്റിയിടണേ. കാരണം എന്താണെന്നറിയോ, ഇറങ്ങി കഴിഞ്ഞിട്ട് പോയാൽ മതി പറയാം എല്ലാ കാര്യങ്ങളും. കാരണം കുറെ കാലായി നമ്മളിട്ട് മൂച്ചിക്കുന്നു. അപ്പൊ അല്ല കരച്ചിലൊന്നുമല്ല, അല്ല ഇത് തീരുമാനാക്കണല്ലോ. അല്ലാതെ തീരുമാനാക്കാൻ നമ്മൾ ശരിയാവൂല. നിങ്ങൾക്ക് എന്നും ഈ പയ്യാണ്ട് കിടക്കുമ്പോണ്ടല്ലോ അമ്മേ, ഈ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാവില്ല. നോക്കാൻ നല്ലോണം നോക്കൂ. നമ്മളെ മക്കള് എനിക്ക് എന്റെ മക്കളെ ഉണ്ടാവുള്ളൂ നോക്കാൻ. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ ഉണ്ടാവുള്ളൂ അമ്മേ. ഞാൻ നല്ലോണം പോയ പറഞ്ഞില്ല. നിങ്ങൾ ഇനി നല്ലൊരു കോംപ്രമൈസിന് തയ്യാറായി ഇവിടെ നിന്നോടെ നിൽക്കുന്നതിനെന്താ? പിന്നെ ഓരോരുക്കും പങ്ങളെ കൊണ്ട് ഭയങ്കര ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും. ഏത് അച്ഛന്റെ അമ്മയെ കടമയുണ്ട്? എന്റെ മക്കളെ പോറ്റേണ്ടത് അതൊന്നും ഇല്ലാന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഓർക്കിപ്പോ വേണ്ടത് നിങ്ങൾ ഇവിടെ നിൽക്കാന്നുള്ളത് അവർക്ക് വേണ്ടത്. ഞാൻ വാങ്ങി കൊടുക്കുന്നില്ല. ഒരു ബേക്കറി പലഹാരം വാങ്ങോ, ചായ കുടിക്കാതെ വേറെ ഞാൻ വാങ്ങാം. നീ വാങ്ങണ്ട. അതൊന്നല്ല വാങ്ങണോ? ഞാൻ പൈസ കൊടുക്കാം. നീ വാങ്ങും. കുട്ടാൻ കൊടുക്കും. അതന്നെ ഞാൻ പറയില്ല. എങ്ങൾക്ക് എന്താ ഇവിടെ നിന്നാല് എനിക്ക് മനസ്സിലായി ചോദിക്കാം. അവള് തോന്നുന്നു ഓരോ എടുത്തുചാട്ടം കൊണ്ട്. ഓനുണ്ടല്ലോ, ഓനാ എടുത്തുചാട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ കുത്തിട്ട് നിലടിക്കുകയും നിങ്ങൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾക്ക് ഒരു സങ്കടമല്ലേ 2 മക്കളെ അങ്ങനെ ടീച്ചർ പോകാൻ? നിങ്ങൾ ചിന്തിക്കണ്ടേ? ഓർക്കും വലിയൊരു ഭാവിയൊക്കെ. ഞാൻ അത് നിങ്ങൾ നശിപ്പിച്ച് നിങ്ങൾ നേരെ നിന്നാലല്ലേ അമ്മ ഞാൻ നടക്കുള്ളൂ. ഞാൻ എനിക്കൊരു വളവ് പോകുന്നില്ല. ഞാൻ നേരെ നിൽക്കണേ അമ്മ. നിങ്ങൾ ഒരേ നിൽക്കാനാ പറഞ്ഞത്. നിങ്ങൾ നേരെ നിൽക്കാനല്ല പറഞ്ഞത്. ഞാൻ വിളിക്കാം. അല്ല ഇങ്ങോട്ട് കയറാനില്ലെങ്കിൽ പിന്നെന്തിനാ അങ്ങോട്ട് കയറുന്നിനി? ഞാൻ അവളോട് ചോദിച്ചു, കുട്ടീനോട് ചോദിച്ചു, കുഞ്ഞുപാപ്പൻ എന്നെങ്കിലും അമ്മച്ചീനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തിനോളോട് പേടിക്കുന്ന? ഓള് ഇത് ഞാൻ ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഓളെന്തിനാ പേടിക്കുന്നത്? അമ്മച്ചി എന്തിനാന്ന് പറഞ്ഞു പോയി നടക്കുന്നതെന്ന് ഞാൻ അവളോട് ചോദിച്ചിട്ടുള്ളൂ. എന്ത് ചെയ്താലും ഞങ്ങളറിയാം, ഞങ്ങൾ ഒരാളോട് ഒന്നും പറയില്ല. ഞങ്ങളത് തന്നെ ചെയ്യുന്നവരപ്പോഴും ഞങ്ങളുടെ പ്രാന്തന്മാർ. അല്ല ഓളാണ് ഓള് ചില കാര്യങ്ങൾ സംസാരിച്ച് കേൾക്കണം, തീർക്കുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അല്ല വാതിലടച്ചില്ലെങ്കിൽ പുറത്തേക്ക് വർത്തമാനം കേൾക്കും. അങ്ങനെ പുറത്തുള്ളവർ ഇങ്ങനെ കേട്ട് ആസ്വദിക്കണം.
എല്ലാവർക്കും നാണക്കേടില്ലെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് നാണക്കേടുണ്ട്, ഓന് കുറച്ച് നാണക്കേടുണ്ട്, കുറച്ച്. അതിനെക്കൊണ്ട് അമ്മേ അപ്പൊ ഒന്നിനെ പുറത്ത് വാലെടുത്ത് നിൽക്കുമ്പോ അതിനോട് കേറാൻ പറയുന്നതിന്റെ ഞാൻ പറഞ്ഞല്ലോ. കേറായിട്ടല്ലേ ആരും കേൾക്കണ്ട ആദ്യമല്ലോ അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ കേൾക്കാതെ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ ചെയ്തത്. അതേപോലെ തന്നെ അതിനോട് പറയേണ്ടേ പറഞ്ഞും കൂടി. അത് ചെയ്യാത്തതിന് എന്താ ചെയ്യേണ്ടത്? അതിന് പേടിച്ചിട്ടായിരിക്കും. എന്ത് പേടിക്കാൻ? അതിന് ഒരു പേടിയില്ല. അതിന് ഇന്നൊന്നും ഒരു പേടിയില്ല. ഞാൻ അതിനോട് ചോദിച്ചില്ലേ? അങ്ങനെ തന്നെയല്ലേ ഇത് വന്നില്ലേ അല്ല, അതിനോട് ഞാൻ പറഞ്ഞു കുറുങ്ങണ്ടത്തിൽ ഒരാൾ ഇവിടെ പടി കയറുന്നത് അതിന്റെയാണ് ആ ഒരു ഈഗോ ഉണ്ടല്ലോ. അത് ചില ആൾക്കാർക്ക് ഭയങ്കര ഈഗോ ഉണ്ട്. അതാണ് വേറെ ആണെന്നോ അതൊരു പ്രശ്നമാണ്. എന്നെക്കൊണ്ട് അമ്മ നിങ്ങൾ ഇനി ഇത് നിർത്തണം കേട്ടോ. ഞാൻ നിങ്ങളോട് എന്നോ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ വിചാരിക്കുന്നില്ല. എന്നോ ഇത് ശരിയല്ല അമ്മ. നിങ്ങളത് ചിന്തിച്ചു നോക്കി. നമ്മക്ക് എന്ന് ഉമ്മക്ക് ഉമ്മടെ വീട് തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഓരോന്നും നിങ്ങളൊക്കെ വേണ ഒരു ജീവിതം ഇവര് രണ്ടാളും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ വെറുതെ കിടന്നു നോക്കി നിങ്ങൾക്ക് അറിയാൻ ആരാണ്ടാകുന്നില്ല. ഇതൊന്നും നല്ലതല്ല. നമ്മളൊന്ന് ആലോചിച്ച് മക്കളും കുട്ടികളും മക്കള് വേണ്ടെന്നുള്ള ലെവലില് തോന്നി അങ്ങനെയാണോ എന്താന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കി. ഇപ്പൊ ഇവിടെ ചോദിക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് ഞാൻ അലക്കിട്ടാണ് ആടച്ചോളി ഈ കാര്യത്തിന്റെ ഇടയിൽ കൂടെ വേറെ കാര്യത്തിലേക്ക് പോയി നിങ്ങൾ ഇതിന്റെ കാര്യം പറയും. അങ്ങനെയായ പറ്റത്. അപ്പൊ എന്താ നിങ്ങൾ ഇവിടെ നിന്നോളി. ഇന്ന് മുതൽ നാളെ മുതൽ അത് വേണ്ട. ഇന്ന് മുതൽ ഇന്ന് എനിക്ക് പോണ്ട. നിങ്ങൾ സാധനം എടുക്കാനല്ലേ? സാധനം ഒരു എന്ത് സാധനം? അവിടെ സാധനം എടുക്കാനല്ലേ? സാധനം അടിച്ചെടുക്കാൻ സാധനം പോലെ ഇവിടെ ഉണ്ട്. ആയില്ല നിങ്ങളെ നിൽക്കൂല. എനിക്കറിയാം നിങ്ങളെ വാക്ക്. നിങ്ങൾ ഇന്ന് പോവാന്ന് പറഞ്ഞ് നിങ്ങൾ പോകും. നിങ്ങൾ വരില്ല. ഇല്ല നാളെ രാവിലെ ഇവിടെ ഒന്ന് തിന്നാളെ ഉണ്ടാക്കി ചോദിച്ചു അവിടെ പോകും. അത് പോയാ ഇന്ന് ഇവിടെ നിന്നാലെന്താ? നിന്നൊന്നുമില്ല. പിന്നെന്താ ഇവിടെ നിൽക്കുന്നേ? എടുത്തുചാട്ടം നമുക്ക് ഒന്നിനും നല്ലതല്ല. ആരോടും ഒരു ദേഷ്യമൊന്നുമില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങളോടൊന്നല്ല, ഈ ലോകത്തിനോടാണ് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. കുടുംബം, അമ്മയും മക്കളും അച്ഛനും മക്കളും ഇനി ആരൊക്കെയാണെങ്കിലും, കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മയും മക്കളായിട്ടും അച്ഛനും മക്കളായിട്ടുള്ളവരാണല്ലോ. ഈ കുടുംബം എന്ന് പറയുന്നത് ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടാവാതെ ജീവിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. ഇതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളൊരു പണിക്ക് പോണ്ടാന്നോ എന്തെങ്കിലും ഒന്നും ഒരു പറയും. നിങ്ങൾ പണിക്ക് പോണ്ടാന്നോ ഒന്നും ആരെത്രയും പറഞ്ഞില്ലല്ലോ. എത്ര കാലം നിങ്ങൾ പണിക്ക് വന്ന് അതൊന്നും ഒരു പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പണിക്ക് പോണ്ടാന്ന് ഒന്നും ഒരു പറഞ്ഞില്ല. പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തെങ്കിലും ഒന്നും ഒരു പറയുന്നില്ല. പിന്നെ എന്താ അത് നല്ലോണം പോലെയാണ് പണിക്ക് പോവുകയും ചെയ്യാം പുരയിൽ വരികയും ചെയ്യാൻ നോക്കി ഞാൻ. പിന്നെ വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കച്ചറ പണിക്ക് പോകുന്നതിന് ഒരു പ്രശ്നം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടല്ല. ഞാൻ ചോദിക്കാം അമ്മേനോട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പോലെ ഭാഗത്ത് ഉണ്ടായിക്കോന്നാ ഞാൻ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിന്റെ മുന്നേ എപ്പോഴൊന്നല്ല, ഇതിന്റെ മുന്നേ ഇതിന്റെ അമ്മേനെ വെച്ചാണ്ടൊരു സംസാരം സംസാരിച്ചപ്പോഴും നമ്മള് എന്തും ആയിക്കോട്ടെ മാത്രമേ അന്നപ്പോ ഞാൻ പറഞ്ഞു കേട്ടോ. അന്ന പോലെ എന്താ പറഞ്ഞത്? പണിക്ക് പോയിക്കോട്ടെ, അത് അമ്മ പണിക്ക് പോയാലേ നിന്നുള്ളൂ. അത്രയും ഒരു പറഞ്ഞുള്ളൂ. പണിക്ക് പോകണമെന്ന് ഒരു വെറുതെ പറഞ്ഞില്ല. ഓരോട് പറഞ്ഞില്ല ഞാൻ പണിക്ക് പോകല്ലോ. ഒരു പണ്ടൊന്നല്ലേ ഞാൻ പണിക്ക് പോകും. പോണ്ടാന്ന് നിങ്ങളെ തീരുമാനമായി പോയി. അതാണ് അല്ല പോണ്ട. പണിക്ക് പോകുന്നൊന്നും പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ പഠിച്ച പണിയല്ലേ. പണിക്ക് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഇവിടെ നിന്നും കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പണിക്ക് പോയിക്കൂടെ? എന്തിനും മറ്റുള്ളവരെ പുറകെ പോയി നിൽക്കുന്ന നല്ലൊരു പുറകെ ടീച്ച് നിങ്ങൾ എന്നോട് പറയല്ലേ എനിക്ക് എന്റെ മക്കളുടെ ഭാവി ആലോചിച്ചിട്ടാണ്. അങ്ങാടിയിൽ ഇറങ്ങിയാണ്ട് കട്ട ചങ്കുണ്ട് ഉഷാറാണി ഇന്നിയും മോനും എന്തൊക്കെയാ പറഞ്ഞു നടക്കണേ ചെണ്ടോ. ആ പറഞ്ഞു നടത്താൻ ബുദ്ധിയുള്ളവർ എന്താ ചോദിച്ചോ. ഇങ്ങനെയാ ഇവര് തള്ളനെ തച്ച് പുറത്താക്കിയെന്ന് ചോദിച്ച് പറഞ്ഞേ. അതിൽ ആടെ നിന്ന് ഒരാളെന്താ പറഞ്ഞോ. ഒരു തള്ളനെ തച്ച് പുറത്താക്കണമെങ്കിൽ ആ തള്ളന്റെ സ്വഭാവം എന്തേക്കുന്ന ചോദിച്ചു. അതെന്ത് സംഭവിച്ചുണ്ടോ? ഞങ്ങളെ കുറ്റം പറഞ്ഞ് സെറ്റാക്കിയ എല്ലാരും ഇത് മൂളി കേൾക്കൂല. വിവരമുള്ളവരും കൂട്ടത്തിലുണ്ടാവും. കമ്പനിക്കാരനോട് പറഞ്ഞു മൊട്ടൂനോട് ഇന്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു. മൊട്ടു എന്താ ചോദിച്ചാൽ നിങ്ങൾ എന്താ കേസ് കൊടുക്കാനും ചോദിച്ചു. അങ്ങനെയല്ലേ അമ്മ ചോദിക്കാം. ആരായാലും ചോദിക്കാം. അങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങളെ ഉപദേശിക്കാന്ന് എനിക്ക് അല്ല പുള്ളിക്കാരത്തിന്റെ ഭാഗം എല്ലാരോടും നമ്മളൊക്കെ കുറ്റം പറയും. ഇപ്പൊ ഞങ്ങളെ കുറ്റം പറയും. ഓൾറെഡി തെറ്റുകാർ തന്നെയാണ്. ചെയ്യാത്തതല്ല. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളെ ഇഷ്ടത്തിന് അനിഷ്ടമായിട്ട് ഞാൻ പെരുമാറുക അല്ലെങ്കിൽ പറയുക ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ നിങ്ങളെ ഇതിലൊക്കെ കൊണ്ടാക്കുന്നുണ്ടായിരുന്നു ഇല്ലേ? ഇന്റെ ഞങ്ങളെ ഓട്ടോറിൽ എത്ര പ്രാവശ്യങ്ങൾ വരലുണ്ടായി. ഒന്നും വേണ്ട, അവിടെ നിൽക്കട്ടെ. ഏറ്റവും അവസാനമായിട്ട് ഇന്ന ഫോൺ വിളിച്ച് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ രവി എന്ന് പറഞ്ഞെടുത്തേണ്ടി. ഈ പരനാഥിന്റെ അടുത്ത് വരെ ഞാൻ ഈ സതിന് കൊണ്ടുപോയി. എനിക്ക് അറിയില്ലേനി ഇതിങ്ങനെ
ഇങ്ങനെ ഒരാളാണെന്നോ അല്ലെ ഇങ്ങനത്തെ ഒരുത്തനാണെന്ന് പോലും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ് ജോത്സ്യനെ കാണാൻ പോകാൻ അതെ, പോയാ എനിക്ക് പഠിക്കാനാണ് അയാൾ പരിചയപ്പെട്ടത്. അയാൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അത്ര അയാളല്ല ഈ രവി എന്ന് പറഞ്ഞ ആള് പിന്നെ ഞങ്ങളെങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അതായത് ഇന്നൊക്കെ അതിന് മാത്രം വലിയവനായി പോയതോ എങ്ങനെയാണ്? എനിക്കൊന്നും എനിക്ക് അതിനേക്കാട് പണിക്കാണ് രവിയിൽ പറഞ്ഞത്. രവിയാണ് എനിക്കൊരു പണിക്കർ വന്നത്. ഞാൻ രവിയോട് ചെറിയ പണിക്കാരുണ്ട് ഇങ്ങനെ പണിക്കാറുണ്ട്. അല്ല ഞാൻ നിങ്ങളോട് കാര്യം വെച്ചത് പിന്നെ നിങ്ങൾക്കും വേണ്ടി രവി പോലീസുകാരനൊക്കെ ആയി പോയത് എങ്ങനെയാണ്? എനിക്കറിയില്ല. രവിനോട് ചോദിക്കും. അല്ല എങ്ങനെയാ നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്? രവിനെ കൊണ്ട് പറയിപ്പിക്കാൻ നിശ്ചലായിട്ടൊന്നല്ലേ ഞങ്ങളെ ജീവിതം അങ്ങ് പോയി പോവും. അതുകൊണ്ടാ നിങ്ങൾ ചെയ്ത വേണ്ടിത്തരത്തിന് ഞങ്ങൾ അനുഭവിക്കാറുണ്ട്. ഇത്തിരി പൊളിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ കാര്യം പറയാം. ഞങ്ങൾ ചെയ്തതിന്റെ അതിന്റെ പേരിലുണ്ടാവുന്ന പ്രശ്നം ഞങ്ങൾ അനുഭവിക്കുന്നത് ഒരു കുഴപ്പമില്ല. ചിന്തിച്ച് നോക്കിയാൽ ആലോചിച്ചാൽ കുട്ടികൾ ഒരു സ്വഭാവക്കേടുമില്ല. എന്തെങ്കിലും ഒരു സ്വഭാവക്കേട് അവരെടുത്തുണ്ടോ? ഞാൻ കണ്ടില്ലേ, എനിക്കറിയില്ല. ഒരു കണ്ണുകൂടിയില്ല, സിഗരറ്റ് അങ്ങനത്തെ വലിയ പുക ഒന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ ഭാഗ്യവതിയല്ലേ. എന്നിട്ട് നിങ്ങൾ ഇത് ഓരോക്കൊന്നും ഓരോ കൊണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഞാൻ കണ്ടില്ല. അടുത്ത പ്രശ്നം എന്റെ കമ്പനിക്കാരൻ പാലക്കാടിനെ വിളിച്ചു കണ്ടി കറിയില് കലക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഒരു സാധനം കലക്കി തരാം ഇവിടെ മറ്റേ മനോഹരൻ എന്ന് പറഞ്ഞ മൂപ്പരെ ഹോട്ടലിൽ മാനുമാമൻ മൂപ്പരെ ഹോട്ടലിൽ കറിയിൽ 2 കവറിലാക്കി തരും. ഒരു കറി ഈ എടുത്തോളി, മറ്റേ കറി ഉണ്ണിക്കുട്ടനെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഞാൻ കുടിപ്പിക്കണം. അല്ല വയറ്റിലെത്തിക്കണം. അതാണ് ഓനിത് പേടിച്ചിട്ട് ഓൻ പിന്നെ പരിപാടിക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായ സംഭവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതൊക്കെ ഞാൻ കാര്യം പറയട്ടെ. വിഷം കൊടുത്തേ അല്ലാതെ കുടിപ്പിക്കണ്ടല്ലോ. അതെ വിഷം കൊടുത്തേ കാര്യമാണോ നീ നിങ്ങൾക്ക് പറയാനുള്ള ഒരു പുറമെക്കാരെന്നുള്ള നിലയിൽ ഞങ്ങളെ പരിചയമുള്ള നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾ ചിലപ്പോ നന്നായിരിക്കും. ഞാനും ഈ പറഞ്ഞതൊന്നും അതെ ശരിയാണ്. ഇല്ല മീൻസ് സംഭവം കുടുംബത്തിലെ ഏതൊരു കാര്യത്തിലും അങ്ങനെ പ്രശ്നം വരും. ഞാൻ അവനോട് പറഞ്ഞു. അപ്പോ ഇവിടുന്ന് കരച്ചിലേ അല്ല വിട്ടേക്ക് ഇന്ന കരച്ചിൽ വെച്ചിട്ടൊന്നും ഒരാളും കാണേണ്ട ആവശ്യമില്ല. ഞാൻ സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊന്നും ചോദിക്കാണ്, നല്ല വ്യക്തമായിട്ടും വിശദമായിട്ടും. ഇങ്ങോട്ട് കയറി ഇവിടെ ഇരിക്കും. അല്ല പറയാൻ തന്നെ നിങ്ങൾ ഇവിടെ കുത്തിരിക്കും. ആ മാസ്ക് അഴിച്ചിട്ട് കുത്തിരിക്കും. കാരണം നമ്മളെ ജീവിതം നശിച്ച് നാരായണക്കലിന്റെ അങ്ങേ തലക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരേ ഒരു കാരണം തന്തി തള്ളി, വേറെ ആരുമല്ല. ആ കാണേണ്ടത് കാണിക്കേണ്ടത് കാണിക്കുകയും ചെയ്യും. എന്താണ് കലയിൽ ആണോ പച്ചോണി ഇന്ത്യ രസാണോ? ഞാൻ കൊണ്ടോട്ടെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി എന്ത് നിങ്ങൾക്ക് ഇത് പറയുമ്പോ എന്താണ് അഭിമാനമാണോ തോന്നുന്നത്? നിങ്ങൾ പൊല്ലിയാടി എന്ന് പറയുമ്പോ എല്ലാം തോന്നുന്നുണ്ട്. ഈ എല്ലാം എന്ന് പറഞ്ഞാൽ വേറെ എന്താ? ഈ അഭിമാനം അല്ലാതെ വേറെ എന്താ തോന്നുന്നത്? അപമാനം തോന്നുന്നില്ല. അപമാനം തോന്നുന്നില്ല. അതുകൊണ്ടല്ലേ 1 2 ഞാൻ പൊല്ലിയാടിയാണ്, ഞാൻ പൊല്ലിയടിച്ചാണ്, ഞാൻ തേവിടിച്ചാണെന്നൊക്കെ സ്വന്തം പറയലല്ലേ. ആഴ്ച കൊടുക്കാൻ പ്രധാനമന്ത്രിക്കോ എന്തിനാണല്ലോ വേറൊന്നല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾ പൊതുവേ കള്ളത്തരം പറഞ്ഞു പാടുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ നിലനിൽപ്പിന് ഈ വീഡിയോ ഒക്കെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ നിങ്ങളെ പൊയ്യാലോണ്ട് ഞങ്ങൾ നിങ്ങളെ എതിർത്ത് ഇതിലപ്പുറത്തേക്ക് നിങ്ങൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഹലോ, ഞാൻ പറയേണ്ട ആവശ്യം ഇല്ലല്ല. അത് ആ ഫിറ്റിംഗ് റൂമിൽ അവിടെ കവറിൽ വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ. ഇല്ലല്ല ഓക്കെ. നിങ്ങള് ഇതിന്റെ മുന്നേ, അതായത് ഒരു കൊല്ലം മുന്നേ നിങ്ങള് ഈ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണ്ടേനെ കൊണ്ട് ഞങ്ങളെ വിളിച്ച് ഞാൻ കണ്ടിട്ട് ഉണ്ടാക്കിക്കാളുമോ വെട്ടും കുത്തുന്നൊക്കെ വിളിച്ചു പറഞ്ഞത് അതെന്ത് കാരണത്തിനെ കൊണ്ട്? ഈ രാജേഷ് ആരാ?
രാജേഷിനെ നിങ്ങൾക്ക് അറിയാം. എന്നെ വിളിച്ച് ഞാൻ അറിഞ്ഞില്ല. ഈ പറഞ്ഞ വിളിച്ച് ഇവിടെ ഓട്ടോട്ട് നിജത്തിക്കുന്ന ഓട്ടോട്ട് രാജ്യത്തിന്റെ ആനയാക്കുന്നുള്ള അതൊന്നും ഞാൻ പറയുന്നില്ല. രാജ്യത്തിന്റെ വണ്ടിയാണ് എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല. എന്റെ ഫോണിലുണ്ട് ഓനെ വിളിച്ചതും ഓനെ തിരിച്ചു വിളിക്കുകയും ചെയ്തല്ലോ. ഓനോട് കൂടി വന്നോളാൻ പറഞ്ഞു. ഓനോട് ഉളുപ്പുണ്ട് ഇങ്ങോട്ട് വന്നോളാം പറഞ്ഞു. ഓനോട് ഓന്റെ ഭാര്യയും കുട്ടീനെയും ഒന്നും കാണണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഓനോട് ഇങ്ങോട്ട് വന്നോളാം തന്നെയാ പറഞ്ഞത്. ഈ രാജേഷ് ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ താങ്ങി നടക്കുന്ന ഭാസ്കരൻ വൈദ്യയുടെ മരുമകനാണ് രാജേഷ്. ആ എന്നാ ആയിക്കോട്ടെ. ഈ സേതുമാധവൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾ എന്താ ചെയ്യല്? താങ്ങല? അതും താങ്ങല. ഈ രവീനെ നിങ്ങൾ എന്താ ചെയ്യല്? ഓനെ താങ്ങല. ബസ് പോണ സതീശൻ എന്താ ചെയ്യല്? അത് മറ്റേ വർത്താനല്ലേ. ഞാൻ ഇങ്ങനെ ഈ കാണുന്ന എല്ലാവരും എല്ലാരും ഒരാൾക്ക് നിർബന്ധം അങ്ങോട്ട് ഇറങ്ങിയാല് അതൊക്കെ മറ്റേ വർത്താനാ ഇത്. അതൊക്കെ ജയിക്കാൻ ജയിക്കാൻ വേണ്ടി വർത്താനം പറയുന്ന സംഭവമാണ്. ഓക്കെ, അതിമേലൊന്നും കൂടുതൽ വർത്താനം. ഇപ്പൊ മനസ്സിലായി. ഇങ്ങനത്തെ ഡയലോഗൊക്കെ അടിക്കുമ്പോ ഇപ്പൊ ഞാനൊരു കാര്യമുണ്ട്. എനിക്ക് ഒരു തന്ത ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതല്ല എന്റെ തന്തേനെ ഒഴിവാക്കി പോയിട്ട് എന്റെ തള്ള വേറൊന്ന് കെട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇനി അതിനെ ഒഴിവാക്കിയിട്ട് വേറൊന്ന് കെട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. ഈ കെട്ടാതെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ അതൊരു കുഴപ്പമില്ല. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് കെട്ടിക്കോളാൻ ഏതെങ്കിലും ഒരുത്തനെ കെട്ടാൻ. ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളെ ഇവിടെ നിന്ന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങൾ കെട്ടിക്കോളി എന്ന് പറഞ്ഞു. അല്ല പറഞ്ഞു നിങ്ങൾക്ക് എന്താ നീറ്റാ പറയണ്ടേ? ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ കെട്ടിക്കോളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ട് കിട്ടും. നിങ്ങൾ കെട്ടാതിരിക്കാൻ എന്താ ചെയ്യാം? നിങ്ങള് ഈ പാലക്കാട് വിളിച്ച് ഞാൻ കലക്കി ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ കുരുടാൻ ഇന്നത്തെ ചെയ്താൽ ഇല്ല പച്ച വെള്ളത്തിൽ കിട്ടിയില്ലല്ലോ. കാരണം അവനെ വിളിച്ച് പറഞ്ഞിട്ടേ ആ കറിയിലെ വെച്ച് കഴിപ്പിക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. ഓനെ ഫോൺ വിളിച്ച് ഞാൻ അങ്ങനെ തന്നെ പാലക്കാട് നിങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഓട്ടീനെ വിളിച്ചിട്ടുണ്ട്. അതിനെന്താ പക്ഷെ പറയുന്നത് ആനന്ദം പറയും തോടിയാണ് സതിപന്റെ ഇവിടെ കാണിച്ചിട്ടില്ല. എന്തിന് അതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അതിനോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കുടുംബം എന്ന് പറഞ്ഞത് നശിപ്പിക്കരുത്. സതി കോട്ടിയുടെ കുടുംബം ഉണ്ടായിട്ടല്ല. സതി സതിക്ക് കുടുംബം പിന്നെന്ത് വർത്താനം സതിന്റെ കുടുംബം തരണേ? പിന്നെ എന്തിനാണ് രണ്ട് മക്കളെ ഉണ്ടാക്കിയിട്ടിങ്ങനെ? സുകുമാരനെ മാത്രമല്ലല്ലോ ഉണ്ടാക്കിയത്. അല്ല എന്തിനാണ്? കാരണം ഈ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് നിങ്ങൾ പിന്നെ രണ്ട് മക്കളുണ്ടായത്? വെറുതെ മക്കളുണ്ടാക്കിയിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഐറ്റിങ്ങളെ ഭാവിയും കാര്യങ്ങളും ഒക്കെ ഈ തള്ളി നന്ദി നോക്കണ്ടേ? എന്ത് വളർത്തിക്കാൻ? സതി നിർമ്മാണം പോയത് എനിക്കറിയില്ല. സതി ഒരു ആയുർവേദത്തിലെ പണിക്ക് പോയത് ഓർമ്മയുണ്ട്. അതിന്റെ മുന്നേ ആണെങ്കിൽ സതി എബി ഫർണിച്ചറിന്റെ പിരിവിന് പോയത് ഓർമ്മയുണ്ട്. സതി വേറെ നിർമ്മാണം പോയത് എനിക്കറിയില്ല. അമ്മ വളർത്തിയല്ലേ ഇത് 15 അമ്മായി വളർത്തി, 15 മാമൻ വളർത്തി, 15 അമ്മായി നിങ്ങൾ വളർത്തി. ഇങ്ങക്ക് നിങ്ങളെ കുടുംബക്കാര് വേണ്ടാന്ന് ചിണ്ടലി ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഇന്നത്തെ നിങ്ങളെ ഏട്ടത്തിമാരും അനിയത്തിമാരും വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നതിന്റെ കാരണം എന്താ? ഇപ്പൊ മക്കള് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നതിന്റെ കാരണം എന്താ? ഇഷ്ടത്തിന് നടക്കാൻ വേറെ ഒന്നിനല്ല. വേണ്ടാന്ന് അതിനല്ല ഇഷ്ടത്തിന് നടക്കാൻ. ആസ്തി പള്ളി കഴിയില്ല. ഇഷ്ടത്തിന് ഞാൻ നടക്കുന്നില്ലേക്കും എത്ര കാലം മരണവരാണ്. ഇപ്പൊ നടക്കാൻ ഒരാളുടെ ഒരു സഹായമില്ലാതെയാണ് സദീപ ജീവിക്കുന്നത്. ആരാ പറഞ്ഞ സദീപ് ഇപ്പൊ കുറുമണ്ടത്ത് പോയി നിൽക്കുന്നുണ്ട്. ഓരോ സഹായം ഓരെന്തുകൊണ്ട് ഓരെ ഞാൻ ചോദിച്ചോട്ടെ, ഓരോ തള്ളയാണ് ഞാൻ നടക്കുന്ന വെച്ചാല് ആ തള്ളാൻ അവരെന്താ കാട്ടുക? അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു. ആളുകളെ
കുട്ടന്റെ മോനിന്റെ തള്ളയാണ് നിങ്ങൾ നടക്കുന്ന മാതിരി ഒരു നിങ്ങൾ തന്നെ പറഞ്ഞത് കൊയ്യാടി നടക്കുന്നത് ഇതേമാതിരി നടക്കുകയാണെങ്കിൽ ഓര് ആ തള്ളനോട് എന്താ എങ്ങനെ പെരുമാറാം അത് പറഞ്ഞില്ലേ അല്ല നിങ്ങളാണ് കുഞ്ഞാളമ്മായി വിട്ടതേനോ പോയമാട്ട് പോയാൽ ഞാൻ കണ്ടിട്ടില്ല അത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഈ പൊരിയാട് എടുക്കുന്ന ഒരാളെ കാണാൻ ചെയ്ത് നടക്കില്ല അതെനിക്കറിയില്ല അത് സതി നടക്കണ്ടല്ലോ ഞാൻ പറയാറുണ്ട് ആ അത് അറിയാറുണ്ട് സതി എനിക്ക് നാട്ടുകാരുടെ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ പോരാത്ത എന്റെ അമ്മേന്റെ എന്റെ അച്ഛന്റെ എന്റെ ബാക്കി ഓരോ കാര്യം മാത്രം നോക്കിയാൽ മതി നാട്ടിൽ ആരൊക്കെ എങ്ങനെയുണ്ടോ ഓരോ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല നാട് നന്നാക്കാൻ ഞാൻ ആളല്ല എനിക്ക് എന്റെ കുടുംബം നന്നാക്കേണ്ടത് ഇതിനോട് ഉത്തരം പറയും കോമള എന്റെ പുറകിലേക്ക് നോക്കിക്കേണ്ട ആവശ്യമില്ല കോമള ആരാ കോമള എന്റെ പുറകിലേക്ക് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്റെ പുറകിൽ നിൽക്കുന്നത് ഞാൻ എന്റെ പുറകിൽ എന്റെ സ്ഥലത്ത് നിൽക്കുള്ളൂ അത് വിട്ടാളേ കോമളന്റെ കാര്യം വേണ്ടി ആദ്യം അവനാന്റെ കുടുംബത്തിലെ കാര്യം ഞാനൊരു മറ്റൊരാളെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോലെ കോമളന്റെ പോലെ അങ്ങനെ എന്തൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ ഇതിന് മറുപടി കഴിയും ചേച്ചിയാണെന്ന് ചേച്ചിട്ട് പോകും ഇതിന്റെ മറുപടി കഴിയും ആടെ നിൽക്കുക ഏട്ടും പോകൂല ഓളാടെ നിക്കാണെങ്കിൽ മതി ചെറിയ കുട്ടിയൊന്നല്ല ആ മറന്നുപോയോ ഞാനെന്താ ചോദിച്ചത് മറന്നുപോയോ ഇല്ലല്ല ഞാൻ അവസാനം ചോദിച്ച കാര്യത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞു അല്ലല്ല കുറുനടത്തിലെ കൗസല്യം ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടനും മോനും അതിനോട് എങ്ങനെ പെരുമാറും നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഓളെ കുറുനടത്തിൽ കൗസല്യം പൊന്നുപോലെ നോക്കിക്കോളിനെയോ അതെനിക്കറിയില്ലേ ഒരു പൊന്നുപോലെ നോക്കിയാ ആ തള്ള നിങ്ങളെ മാതിരി അല്ലായിരുന്നു കുറുനടത്ത് കൗസല്യം നിങ്ങളെ മാതിരി അല്ലായിരുന്നു അത് പോരല്ലോ ഇനി വന്നേ ഇനി അതല്ല ഓക്കും ഇതേമാതിരി എന്തെങ്കിലും അവീതം നിങ്ങൾക്ക് പറയാനുണ്ടോ അല്ല നിങ്ങൾ എല്ലാവരെ കുറിച്ച് അവീതം പറയുന്നോ അപ്പൊ വാർത്ത മര്യാദ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നൂറെണ്ണം പറഞ്ഞിട്ടുണ്ട് ശ്രുതിനോട് അത്രയും പറഞ്ഞിട്ടുണ്ട് ശ്രുതിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ശ്രുതിനോട് പറഞ്ഞിട്ടുണ്ട് ഈ അവീതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ തേങ്ങ അത് നിച്ചുള്ള അതിനോണ്ടാണ് അത് നിങ്ങൾക്ക് അറിയാം അതാണ് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്ക് വേറെന്താ അറിയാം അപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്താണ് നിങ്ങളെ നിലപാട് ചവൾ എങ്ങനെ ജീവിക്കാം എന്ത് പഠിക്കാൻ പോകുന്നത് ഏത് വീഡിയോയില് ഭാസ്കർ വീഡിയോയില് തന്നെയാണ് ഇദ്ദേഹത്തെ ആ വീഡിയോയിൽ ഇദ്ദേഹങ്ങൾ ചെയ്യുന്ന കച്ചവടം പറഞ്ഞത് എന്ത് അതെന്ത് വീഡിയോ ആണ് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാത്തത് അല്ല മന്ത്രവാദമാണ് വീഡിയോയിലാണ് അതും കറക്റ്റാണ് എന്താ വെച്ച് പിന്നെ വേശാലം എന്താ വേണ്ടി അല്ല ബിരിയാണിയാണോ നീ പോയി നോക്ക് എന്താ വേണ്ടത് ഞാൻ പോയി നോക്കിയ കാലത്ത് ഞാൻ കണ്ട കാര്യം പറഞ്ഞിട്ടെ കുളിക്കല് അലക്കല് കിടക്കല് ടിവി കാണല് ഇതിന് പീഡിയെന്നാണ് അയാൾ ആരാ നിങ്ങൾ ആ പീഡിയ എന്ത് പണിയാണ് എടുക്കുന്നത് നിങ്ങൾ ആ പീഡിയ എന്ത് പണി എടുക്കുന്നത് നിങ്ങൾ മന്ത്രവാദം എന്ത് തേങ്ങ മന്ത്രവാദം എന്തിനാ വരുന്നേ നിങ്ങളൊരു മന്ത്രവാദം അയാളോട് ഞാൻ ഇതിന്റെ മുന്നേ വേറെ കാര്യം ചോദിച്ചിരുന്നു അയാൾക്ക് അവിടെ കൂട്ടിക്കൊടുപ്പ് പരിപാടി ഉണ്ടോ അയാളെന്താ പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് അറിയാതെ എനിക്കറിയില്ല അയാൾ കുട്ടി കൊടുത്ത വ്യക്തി അറിയില്ല ഞാൻ കണ്ടില്ല അയാൾ കുട്ടി കൊടുത്തത് അപ്പൊ പിന്നെ ഈ സേതുമാധവൻ നായർ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം ഈ പല ബന്ധമുണ്ടായിരുന്നു ഒരു ബന്ധം പല ബന്ധമുണ്ടായിരുന്നു പല ബന്ധമുണ്ട് ഒരു ബന്ധം പല ബന്ധമുണ്ട് അത് എവിടെ നിന്നുണ്ടായ ബന്ധം ആ കണ്ടിയൊന്നും ഉണ്ടായ ബന്ധം ഏടെ കണ്ട് കോഴിക്കോട് കണ്ട് കോഴിക്കോട് വൈകുന്നോ ആ റോഡ് സൈഡിൽ നിന്ന് അടിപൊളിയാണല്ലോ നിങ്ങൾ കാര്യം ചോദിച്ചോട്ടെ ഈ നാട്ടിൽ മുഴുവൻ തെണ്ടി നടന്ന് ഇങ്ങനെ നടക്കുന്ന തള്ളമാരോട് മക്കൾ എങ്ങനെയാ പെരുമാറേണ്ടത് ഈ തള്ളമാർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ചോദിക്കട്ടെ ഈ മക്കൾ നാളെ വലുതായി വരുന്ന പെൺകുട്ടികളാ ഈ നിങ്ങൾ ഇതേമാതിരി ഇതിനെ ഈ
എങ്ങനെയാണ് വളർത്തുന്നത്? നിങ്ങളിപ്പോ വളർത്തുന്നുണ്ടല്ലോ, നാളെ കണ്ടമാരുടെ അടുത്തേക്ക് 10, 4, 5 ആൾക്കാരുടെ അടുത്തേക്ക് ഓരോ ബന്ധത്തിന് വേണ്ടിയാണ് പറഞ്ഞു വിടുക. നിങ്ങൾ മക്കളെ ഇതൊരു പെൺകുട്ടിയാണ്, നിങ്ങൾ പറഞ്ഞു വിടുക. നിങ്ങൾ പറയും നിങ്ങളുടെ മകന്റെ മകളായിട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞു വിടും. ഞാൻ വിടൂല. എന്തുകൊണ്ട് നിങ്ങൾ വിടൂല? ഞാൻ പോയാലും മക്കളെ വിടൂല. ഞാൻ മക്കളെ ഇല്ല, അത് തെറ്റാണെന്ന് തിരിച്ചോ? നിങ്ങൾ പോയ കുട്ടികളെ വിടൂല എന്ന് പറഞ്ഞു. അപ്പൊ അല്ലല്ല, അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചോ? എന്ത് സാഹചര്യം ഉണ്ടായത് നിങ്ങൾ പറഞ്ഞു. ഈ ലോകത്തെല്ലാം ഏത് മനുഷ്യന്മാരുടെ സാഹചര്യം ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് സാഹചര്യം ഉണ്ടായത്? നിങ്ങൾക്ക് എന്ത് സാഹചര്യം ഉണ്ടായത്? ഈ കുട്ടികൾ അത് ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ സമ്മതിച്ചു. ഈ കുട്ടികൾ അത് ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളെ വഴിക്ക് വിടൂല എന്ന് പറഞ്ഞു. അപ്പൊ ആ വഴി എങ്ങനെയാ ശരിയാവുന്നത്? നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ആ വഴിക്ക് സഞ്ചരിക്കാൻ തോന്നുന്നത്? അതൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ആ വഴിക്ക് സഞ്ചരിക്കാൻ തോന്നുന്നത്? പറഞ്ഞില്ലേ നിങ്ങൾ? എന്തുകൊണ്ട് നിങ്ങൾക്കൊന്നും പറയാനില്ല? നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ ഉത്തരം തരാൻ തരാനില്ല. എന്തുകൊണ്ട്? ഉത്തരം തരാനില്ല. എന്തുകൊണ്ട് ഉത്തരം തരാനില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒക്കെ ശരിയാണ്. നിങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ ജീവിക്കുന്ന മാർഗം, നിങ്ങൾ ജീവിക്കുന്ന വഴി നിങ്ങൾക്ക് ശരിയാണ്. നിങ്ങൾ ഏറ്റവും ആദ്യം പറഞ്ഞത് നിങ്ങൾ തോന്നിയായി ജീവിക്കും, പൊല്ലിയായി ജീവിക്കും, ഇതൊക്കെ എന്റെ ഇഷ്ടമാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഈ മക്കളെ ആ വഴിയിലേക്ക് പറഞ്ഞേപ്പിക്കുന്നില്ല? ഇത് കുട്ടികളല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ ഈ മക്കളെ ആ വഴിയിലേക്ക് പറഞ്ഞേപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല? ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ട്? ആ വഴി എത്ര നല്ല വഴിയാണ്, നിങ്ങൾക്ക് നല്ല വഴിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മക്കളെ നല്ല വഴിക്കല്ലേ പറഞ്ഞേപ്പിക്കുന്നത്? ഡോക്ടർമാരെ മക്കളെ ഡോക്ടർമാരാക്കാൻ പോകും, എഞ്ചിനീയർമാരെ മക്കളെ എഞ്ചിനീയർമാരാക്കാൻ പോകും. നിങ്ങളെ മക്കൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ മക്കളെ പറഞ്ഞു വെക്കണ്ടേ? ഇപ്പൊ ഈറ്റിങ്ങളാണ് 2 പെൺകുട്ടികളെ നിങ്ങൾ കൊണ്ടുവരുന്നത്. ഈ കുട്ടികളെ നിങ്ങളെ വഴി കൂടെ കൊണ്ടിറക്കിയാലേ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കും. എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂല? അത് നല്ല വഴിയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്തത്? കുടുങ്ങുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഓട്ടതായി പോയി ഏട്ടാ തരി തരി അതിരി വെളിച്ചെണ്ണ കിട്ടാൻ മതി. അതിരി വെളിച്ചെണ്ണ കിട്ടാൻ മതി. ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഓർമ്മ എന്താക്കി ആക്കിയാൽ മതി. ഞാൻ ചോറിട്ടാണെങ്കിൽ അത് പറയും എന്തുകൊണ്ടാണ് മറുപടി പറയാനില്ലാത്തത്? അതിന് ഒന്നുമില്ലാതെ പോയി നിങ്ങൾ ഇതിന് ഉത്തരം പറയണമേ. നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് പറയാനൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പോകുന്ന വഴി നിങ്ങൾക്ക് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ആ വഴിക്ക് നിങ്ങൾ വേറെ ആരും കൊണ്ടിറക്കാൻ തയ്യാറാവുന്നില്ല? നിങ്ങൾ കൊണ്ടിറക്കുന്ന മക്കളല്ലേ, നിങ്ങളെ കണ്ടാണ്ടല്ലേ ഈ മക്കൾ പഠിക്കുന്നത്? നിങ്ങളെ കണ്ടിട്ടാണ് ഈ മക്കൾ പഠിക്കുക. ഏത് മക്കൾക്കും നമ്മളാണ്, അതായത് കൊണ്ടിറക്കുന്നവരാണ് അതിന്റെ വഴികാട്ടി എന്ന് പറയുന്നത്. ഈ മക്കൾ ഇത് തന്നെയാണ് പഠിക്കുക. ഈ മക്കൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ആ വഴി കാണിച്ചു കൊടുക്കുന്നില്ല? എന്നാൽ നിങ്ങൾ ചെയ്യുന്ന വഴി ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നില്ല? ഉറങ്ങുന്നതും ആ മക്കളാണ്. നിങ്ങൾ ഇത് കാര്യം പറയും, ഇവിടെ മനുഷ്യന് സമയമല്ല. എന്തുകൊണ്ടാണ് പറയാനുള്ളത്? എന്തൊന്നും പറയാനുള്ളത്? അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മാത്രം നശിപ്പിച്ചാൽ മതി. ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചില്ല നിങ്ങൾ എങ്ങനെ പറയാം? നിങ്ങളോട് കഴിഞ്ഞ കൊല്ലം 2019 നവംബറിൽ നിങ്ങളെ പീഡിയയിൽ വന്നിട്ട് ഞങ്ങളെ കരഞ്ഞ് കാല് പിടിച്ച് ഞങ്ങളോട് പറഞ്ഞില്ലേ, ആ പീഡിയയിൽ ഒരു പീഡിയാക്കി കൊണ്ടിറക്കി. കാരണം ഞങ്ങൾക്ക് ജീവിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഒരു കല്യാണാലോചനയും കാര്യങ്ങളും വരുന്ന സമയത്ത് അമ്മ എന്റെ ഒരു പീഡിയയിലെ വർക്ക് ചെയ്യുന്നത് എന്താ പണിയെന്ന് ചോദിക്കുമ്പോൾ മെഡിക്കൽ ഫാർമസി ആണ് അല്ലെങ്കിൽ ആയുർവേദ ഫാർമസി ആണെന്ന് പറയുമ്പോൾ അവിടെ കയറി വരുമ്പോൾ ഞങ്ങളെ അമ്മ എന്നുള്ള ലെവലിൽ ഞങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പുരക്കാരെ ആ പീഡിയയിലേക്ക് നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് നിങ്ങളെ കണ്ടുവന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പീഡിയയിലേക്ക് നിങ്ങൾ എന്ത് പണിയാണ് എടുക്കുന്നത്? അങ്ങനത്തെ വർത്താനം പറയാൻ വർത്താനം നല്ല രീതിക്ക് പറഞ്ഞോളൂ. അവിടെ എന്ത് പണിയാണ് എടുക്കുന്നത്? നിങ്ങൾ എന്ത് പണിയപ്പോ അവിടെ എടുക്കുന്നത്? നിങ്ങൾ ആദ്യം സാധനം ഒഴിവാക്കി വേറെ വർത്താനം പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇതിന് ഉത്തരം പറയും. ഒന്നും പറയണ്ട. നിങ്ങൾക്ക് എന്തൊന്നും പറയാനില്ലാത്തത് അത് നിങ്ങൾ പറയും. നിങ്ങൾക്ക് എന്തുകൊണ്ടൊന്നും പറയാനില്ലാത്തത്? നിങ്ങൾക്ക് അതിനൊന്നും പറയാനില്ല. നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ ചേച്ചിമാരും അനിയത്തിമാരും ബാക്കിയുള്ളവരൊക്കെ ആയിട്ട്, അതായത് നിങ്ങളെ ഏട്ടനനിയ മക്കള്
ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞത്, നിങ്ങളിപ്പോ ആ വീട്ടിൽ പോയി നിൽക്കുന്നില്ലേ, അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന എന്താണെന്ന് അറിയോ? അവിടെ കുറുങ്ങണ്ടത്തിൽ കൗസല്യ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചു പോയതുകൊണ്ടാണ്. ആ വ്യക്തി അവിടെ ജീവനോടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തുന്നത് തോന്നുന്നു. നിർത്തൂല, ജീവനോട് ഫുള്ളായിട്ട് നിർത്തൂല. ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ മുന്നേ. ഇല്ല, നിർത്തൂല, നിർത്തൂല. കാരണം ഇതിന്റെ മുന്നേ എനിക്ക് അറിയാം എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും നിങ്ങളെ പ്രശ്നം ഇന്നൊന്നും തുടങ്ങിയാലോ. നിങ്ങൾ ഏത് കാലം നിങ്ങൾ ഏത് കാലം കൗസല്യങ്ങളോട് എന്താ പറയാ, ആടെ പോയി മക്കളെ പോലെ നിൽക്കണം എന്ന് പറയും. കൗസല്യ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞിട്ട് അല്ലെങ്കിൽ തോന്നിയാസം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരനാറി മറ്റേ സേതുമാധവനെ പുരയിൽ വിളിച്ച് കെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അല്ലേ? ഞാൻ ഇവിടെ കച്ചവടം ഉണ്ടാക്കി മുഴുവൻ അതിനല്ലേ? അല്ലേ? എന്താ നോക്കുന്നത്? നിങ്ങളൊക്കെ മേല് കൈ വെക്കാൻ നിങ്ങളൊക്കെ ഏതോ കാലത്ത് നന്നായി പോയി തള്ളേ. നിങ്ങളെ മേലെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോ നന്നായി. ഞാൻ ആ പീഡിയത്തെ ഇറങ്ങി പോയ കാലം കഴിഞ്ഞു. നിങ്ങൾ കണ്ട മറ്റൊരാളെ വിളിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് ഞാൻ എന്താ ചെയ്തിരുന്നതാ? അന്ന് തീർക്കണ്ടിന് രണ്ടിന് ഇന്നാലും ഒതുങ്ങേനി. ഇല്ലേ ബാക്കിയുള്ള കുടുംബം മക്കള് കുട്ടികളെ കുടുംബം എന്ന് വിചാരിച്ചിരുന്നാട്ടി സാധിയെ കുറിച്ച് എല്ലാ മനുഷ്യന്മാരോടും അത് ചിങ്ങക്കാരില്ലേ, നിങ്ങളും നിങ്ങളും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് എത്ര കാര്യം? 3 കൊല്ലം 4 കൊല്ലോ? ഈ 4 കൊല്ലത്തിന്റെ ഇടയിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശം ഞങ്ങൾ പറഞ്ഞോ? പക്ഷെ നിങ്ങൾ അയൽവാസികൾ നിങ്ങളോട് പറഞ്ഞില്ലേ? പറയില്ലേ? സത്യം പറഞ്ഞില്ലേ? എന്തേ കാണിക്കാൻ? എന്റെ മക്കള് തെളിവുണ്ട്. കണ്ണോണ്ട് കണ്ട മക്കള്, നിങ്ങളെ എല്ലാ കളികളും കണ്ണോണ്ട് കണ്ട മക്കള്. പറഞ്ഞിട്ടല്ല ഇപ്പഴാ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞില്ലേ. ഇപ്പൊ ഇറങ്ങി പോയതിനു ശേഷം പറഞ്ഞു. ഇപ്പൊ പറയാൻ ഈ സാധി ഇറങ്ങി പോയതിനു ശേഷം മാത്രം ഞങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് കാര്യം പറയേണ്ടതുള്ളൂ. അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യം ഒരിക്കലും പുറത്തേക്ക് പറയേണ്ടതില്ല. അല്ലാതെ ഞങ്ങളെ പല്ലുകുത്തി നടത്തിക്കാൻ നിൽക്കുവോ? വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നശിപ്പിക്കുവോ? പക്ഷെ ഇവള് നശിപ്പിക്കും. ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ? ഈ സാധി എന്ന് പറഞ്ഞ വ്യക്തി നശിപ്പിക്കും, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറുങ്ങടത്ത് കൗസല്യ ഉണ്ടെങ്കിൽ അവിടെ കേറ്റൂല. കാരണം എന്താ പറയുക, ഈ കൗസല്യന്റെ മക്കളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയോളാം അവള്. ഇപ്പൊ എന്തുകൊണ്ടെന്നറിയ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ. പിന്നെന്താ, പണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയ സമയത്ത് മോനിയുടെ നേരെയാണ് ബാസ്കറ്റ് കൊടുവാണ് വീശി. ഓർമ്മണ്ട? എന്തായാലും പോലീസുകാരന്റെ മുറ്റത്തൊന്നില്ലേ, മുറ്റത്ത് നിന്നോ മോനി പറഞ്ഞു കയറിയത്. ഞാൻ ശ്രുതി പറഞ്ഞ കുഞ്ഞിങ്ങനെ വിളിച്ച് പറഞ്ഞു അതിനെക്കൊണ്ട് നിങ്ങൾ കയറിയ മോനിയേട്ടാ ചോദിച്ചു. അപ്പൊ പറഞ്ഞ കയറിയ ഓനെ അറിയുന്ന കാര്യമില്ല മോനും പറഞ്ഞു. ഓനെ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാ? ഓന്റെ മറ്റേ പെണ്ണിനെ ആണല്ലോ. അല്ലാതെ പാർട്ടി അറിയാത്തൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും മിച്ചുള്ള കാര്യമാണ്. ഇതൊക്കെ മിച്ചുള്ള കാര്യം. നിങ്ങളോട് ഒറ്റ കാര്യം ചോദിക്കാണല്ലോ, നിങ്ങളെ ഈ പ്രശ്നത്തിന് നിങ്ങളുടെ ഒരു പരിഹാരം കാണും. എന്താണ് പരിഹാരം? നിങ്ങൾ പറയും. സമയമല്ല, എനിക്ക് പോവാനും സമയമുണ്ട്. എനിക്കും പോവാൻ ടൈമായി. നിങ്ങൾ വേഗം മറുപടി ഒക്കെ പറഞ്ഞോളി, എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ. എന്താണ് നിങ്ങൾ തീരുമാനിച്ച വേഗം പറയും. വേഗം തീരുമാനം പറയും. കാരണം ഇത്രയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലപ്പുറത്തേക്ക് വേറെ ഒന്നും സംസാരിക്കണം. കാരണം എന്താ പറയുക, നിങ്ങളൊരു കാര്യമല്ലേ, ഇപ്പൊ വെറുതെ പറയുന്ന കാര്യമൊന്നുമല്ല. ഈ വ്യക്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിക്ക് മെന്റൽ പ്രശ്നമുണ്ട്. വെറുതെ പറയുന്നില്ല. എന്തെന്ന് പറയുന്നത് കാരണം എന്താണ്? ഡോക്ടർമാര് അവിടെ പറഞ്ഞിട്ടുണ്ട്. KFCT എന്റെ വല്യമ്മേനോടും 99% ബ്ലോക്ക് ഉണ്ടായിട്ട് 99% ബ്ലോക്ക് ഉണ്ടായിട്ട് അതിപ്പോഴും ഓപ്പറേഷൻ ചെയ്യാതെ നടക്കുന്നത്. അന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോ ആ ഡോക്ടർ എന്താ പറഞ്ഞോ? അല്ല, ഡോക്ടർ ഓന് ഭ്രാന്താന്ന് പറഞ്ഞു, ഡോക്ടർക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. ഇത് പറയുന്ന എല്ലാവർക്കും ഭ്രാന്തി, എനിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞു നടന്നു. ഞാൻ ചോദിച്ചോട്ടെ, സ്വന്തം പോലെയുള്ളവരെ ചികിത്സിക്കേണ്ട, സ്വന്തം പോലത്തെ കാര്യങ്ങൾ നോക്കേണ്ട സ്വന്തം പോലെയുള്ളവരും തന്നെയാണ്. നിങ്ങൾക്ക് ഭ്രാന്താന്ന് ഞാൻ ഡോക്ടർമാരെ ഓർക്ക് ഈ 1.25 ലക്ഷം കിട്ടിയിട്ട് എന്താക്കാനാ? അറിയോ? ഞാൻ വേണ്ട, ഞാൻ ഇറങ്ങിപ്പോകാൻ ചെറിയ ബ്ലോക്കുള്ളവർക്കൊക്കെ ചെയ്യുന്ന എനിക്ക് വേണ്ട താല്പര്യം ചെയ്യാൻ ഭ്രാന്തനാക്കിയത് മനുഷ്യനെ. അല്ല, ലാബിന് ഇറങ്ങി പോകുന്ന എന്റെ പേര് തുടങ്ങാൻ സമ്മതിക്കില്ലെന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഡോക്ടർമാരെന്താ ഒന്നും ചെയ്യാൻ നോക്കിയ ഡോക്ടർമാരുണ്ട്. ഇഷ്ടം പോലെ പഠിച്ചു. ഓരോ ഓപ്പറേഷൻ പുത്തക പുതിയ ചെയ്യാൻ ഡോക്ടർമാർ ഇഷ്ടം. ഓരോ ഓപ്പറേഷൻ അല്ലല്ലോ ചെയ്തത്, ഓരോ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ ആൻജിയോഗ്രാം ചെയ്യണ്ടേ? പോട്ടെ, എന്നാ പിന്നെ അല്ല അതല്ല, എന്നാ പിന്നെ
എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി? നിങ്ങളൊരു തീരുമാനം പറയാം. ഇത് തീരുമാനം ആ 5:30 പോവാ തീരുമാനം നിങ്ങളൊരു തീരുമാനം ഇത് ഭ്രാന്താണ്. അതല്ല അമ്മേ, നല്ലോണം പോലെ ചോദിക്കാൻ ഇവിടെ എന്താ തീരുമാനിച്ചില്ലേ? നിങ്ങൾ ഇവിടെ നിൽക്കി, ഇന്ന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ കാര്യം പറയാം. ഞാൻ പറയാം നിങ്ങളോട്, ഓലല്ല പറയുന്നത്, ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ നിക്കാൻ പറ്റുമോ പറ്റൂലേ? നിങ്ങൾ ഇവിടെ നിക്കാൻ പറ്റുമോ പറ്റൂലേ? അത്രേ ഉള്ളൂ, ചോദ്യം അത്രേ ഉള്ളൂ. കാരണം സമയമല്ല നമുക്ക്. ഇവിടൊക്കെ അല്ലേ ഇതിപ്പോ എന്താ തീരുമാനത്തിന്റെ എന്താ? എനിക്കറിയാം തീരുമാനം പറയട്ടല്ലോ. സമയമല്ല, എനിക്ക് പോവാനുള്ളതാ. മക്കളെ ഞാൻ ഉണ്ടായി കൊടുക്കണം. നിങ്ങളൊന്നും അതിൽ കൂടെ എനിക്ക് സത്യമാണ് പൈസ കൊടുക്കാനൊക്കെ പത്രക്കാരൊക്കെ എല്ലാം ഞാൻ ചെയ്തു. ഒന്നും ചെയ്യണം. ഞാൻ പോകും പറഞ്ഞാൽ പോകും. അഗസ്തിമേൽ പോണെങ്കിൽ ബേക്കറിയിൽ പൈസ കൊടുക്കാണ്ട് സാധാരണ ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നിൽക്കൂല പറഞ്ഞാൽ നിൽക്കൂല.